രാജ്യത്ത് വിൽക്കുന്ന മുട്ടയുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന മുട്ടകളിൽ നിട്രോഫ്യൂറൻസ് ഉൾപ്പെടെയുള്ള നിരോധിത ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാകാമെന്ന ആശങ്കയെ തുടർന്നാണ് ഈ നീക്കം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറക്കുന്നവർക്ക് ആശങ്കയ്ക്കുള്ള വകയുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന മുട്ടകളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ വന്നു നിറയുകയാണ്. ജനപ്രിയ പ്രീമിയം മുട്ട ബ്രാൻഡായ എഗ്ഗോസ് ന്യൂട്രീഷനാണ് ഈ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണം. ആരോഗ്യ ഉൽപ്പന്നങ്ങൾ സ്വതന്ത്ര ലാബുകളിലേക്ക് അയക്കുന്നതിന് പേരുകേട്ട ഈ ചാനൽ എഗ്ഗോസ് മുട്ടകളുടെ സാമ്പിളുകളും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് അയച്ചു. ആന്റിബയോട്ടിക്കായ നെട്രോഫുറാന്റെ മെറ്റബോളറ്റായ AZ ഈ മുട്ടകളിൽ ഉണ്ടെന്ന് കണ്ടെത്തി. ക്യാൻസറുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ളതിനാൽ കോഴി വളർത്തലുമായി അനുബന്ധിച്ച ഈ പ്രത്യേക രാസവസ്തു ഉപയോഗിക്കുന്നത് നിരോധിച്ചതാണ്. ഇതേക്കുറിച്ചുള്ള വീഡിയോകളും സ്ക്രീൻഷോട്ടുകളും ഫോർവേഡുകളും വേഗത്തിൽ പ്രചരിച്ചു. ദിവസേന ബ്രാൻഡിനല്ലാത്ത മുട്ട കഴിക്കുന്നവർ പോലും തങ്ങൾ കഴിക്കുന്ന മുട്ട സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായി. അതിനാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനോ നമ്മുടെ വശത്തിൽ നിന്ന് മുട്ട ഒഴിവാക്കുന്നതിനോ മുമ്പ് വീഡിയോ യഥാർത്ഥത്തിൽ എന്താണ് അവകാശപ്പെടുന്നത്, ശാസ്ത്രജ്ഞർ എന്താണ് പറയുന്നത്, ബ്രാൻഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവ നോക്കേണ്ടത് പ്രധാനമാണ്. എഗ്ഗോസ് ന്യൂട്രീഷൻ എന്ന ബ്രാൻഡ് പുതിയതും രാസവസ്തുക്കൾ ഇല്ലാത്തതുമായ മുട്ടകൾ വിൽക്കുന്നതിൽ പ്രശസ്തി നേടിയ ബ്രാൻഡാണ്. മുട്ടയിൽ നിലവിൽ കണ്ടെത്തിയ നൈട്രോഫുറാൻ, നൈട്രോമിഡാസോൾ എന്നിവയാണ് ഇവ നിരോധിത വസ്തുക്കളാണ്. നിങ്ങളുടെ DNA-യിൽ മാറ്റം വരുത്താനും ക്യാൻസറിന് പോലും കാരണമാക്കാനും ഇവയ്ക്ക് കഴിയും. ഇത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ബ്രാൻഡ് എന്തിനാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചതെന്ന് സ്വാഭാവികമായി ഉയരുന്ന സംശയമാണ്. കോഴികളെ ബാക്ടീരിയകളിൽ നിന്ന് അകറ്റി നിർത്താനും അണുബാധ ഉണ്ടാകാതിരിക്കാനും കൂടുതൽ സ്ഥിരത നിലനിർത്താനും കൂടുതൽ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാനുമാണ് ഇവ പ്രധാനമായും ഈ കമ്പനി ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയിൽ ഇവയ്ക്ക് നിയന്ത്രണം മാത്രമാണ്. 0.4 ഉണ്ടായിരിക്കേണ്ട ഈ കെമിക്കലുകൾ റിപ്പോർട്ടിൽ ഏകദേശം 0.7 ആണെന്ന് കണ്ടെത്തി. മറ്റ് രാജ്യങ്ങൾ ഇത്തരം കെമിക്കൽ ഒരു കാരണവശാലും അനുവദിക്കാത്തിടത്താണ് ഇന്ത്യയിൽ ഈ അളവ് അനുവദിച്ചെന്നത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. FSSAയെ പരിഹസിച്ചും വിമർശിച്ചും ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. എഗ്ഗോസ് ഒടുവിൽ വിവാദത്തിന് മറുപടി നൽകി. ഈ FSSA അളവ് ചൂണ്ടിക്കാട്ടിയാണ് അവർ രംഗത്തെത്തിയത്. തങ്ങളുടെ ഉൽപ്പന്നം സുരക്ഷിതമാണെന്നും സാങ്കേതികമായി ഇന്ത്യൻ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്നുമാണ് കമ്പനിയുടെ വാദം. പക്ഷേ രാസവസ്തുക്കളില്ലാത്ത മുട്ടയാണെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവുമില്ല. എന്നിരുന്നാലും പരിഭ്രാന്തിയിലാകുകയോ ഭക്ഷണത്തിൽ നിന്ന് മുട്ട ഒഴിവാക്കുകയോ ചെയ്യരുത്. മുട്ട മൊത്തത്തിൽ ഒരു തട്ടിപ്പല്ല. ആശങ്ക ചില വിതരണക്കാരെക്കുറിച്ച് മാത്രമാണ്, ഭക്ഷണത്തെക്കുറിച്ചല്ല. മുട്ടകൾ ക്യാൻസറിന് കാരണമാകുമെന്ന വാദത്തെ ശാസ്ത്രം പിന്തുണയ്ക്കുന്നില്ല. നിലവിൽ രാജ്യത്ത് വിൽക്കുന്ന മുട്ടകളുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ബ്രാൻഡിന് കീഴിലുള്ളതോ അല്ലാത്തതോ ആയ മുട്ടകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് രാജ്യത്തുടനീളമുള്ള 10 ലബോറട്ടറികളിലേക്ക് പരിശോധനയ്ക്കായി അയക്കാൻ അതോറിറ്റി റീജിയണൽ ഓഫീസുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.